everyone. ഇന്ന് നമുക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയാലോ. നമ്മളെ ഫാസ്റ്റ് ഫുഡ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ. പൊട്ടാറ്റോ വെച്ച് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം നമുക്ക് വേഗം ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോസ് 4 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ പൊട്ടാറ്റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എനിക്കിപ്പോൾ മീഡിയം സൈസ് പൊട്ടാറ്റോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ തൊലി കളഞ്ഞ് ഏകദേശം ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ മുറിച്ചു. അതിന് വീണ്ടും ഞാൻ നീളത്തിൽ അതേ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് കട്ടിയിൽ ഞാൻ വീണ്ടും മുറിച്ചത് കണ്ടോ. ഈ ഒരു വലിപ്പമാണ് നമുക്ക് വേണ്ട കേട്ടോ. ഇതേപോലെ ഞാൻ ബാക്കിയുള്ള പൊട്ടാറ്റോയും നല്ല പോലെ ഏകദേശം ഇതേ സൈസിൽ ഞാൻ മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളൊരു വലിയ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല നീളത്തിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. ഫ്രഞ്ച് ഫ്രൈസ് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിൽ ഞാൻ ഒരു മെത്തേഡ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് നല്ല എളുപ്പമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, കുട്ടികളായാലും വലിയ ആൾക്കാരായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്, ഒരു ഫുഡ് ഐറ്റമാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ നമുക്കിതിൻ്റെ സ്റ്റാർച്ച് കളയണം. സ്റ്റാർച്ച് കളയാനായിട്ട് ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ പോവാണ് 10 മിനിറ്റ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം, തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുത്ത വെള്ളത്തിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഇടുക. ഇതിനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകും. സ്റ്റാർച്ച് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാറ്റോ ക്രിസ്പി ആവില്ല. അതാ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാനിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് ഞാനിനി സ്ട്രെയിൻ ചെയ്യാൻ പോകണം. അതായത് ഈ വെള്ളത്തിൽ നിന്ന് അത് ഊറ്റി അതിൻ്റെ വെള്ളം കളയണം. നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതാണിത്. തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല, നല്ല ചൂടുണ്ടാവണം കേട്ടോ വെള്ളത്തിന്. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടു. അതിന് ശേഷം ഞാൻ ഈ ഊറ്റി വെച്ച ഉരുളക്കിഴങ്ങ് അതിൽ വെച്ച് ഒരു 20 മിനിറ്റ് ഇതേപോലെ സോക്ക് ചെയ്യും. അപ്പോൾ ആ ചൂടും ആ വെള്ളവും കാരണം പൊട്ടാറ്റോ ഒരു ലൈറ്റായിട്ടൊന്ന് കുക്കായി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളത്തിലിട്ടൊന്ന് ബോയിൽ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ രീതിയിലാണ് ചെയ്യാറുള്ളത്. സോ ബോയിൽ ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ ബോയിൽ ചെയ്യാം കേട്ടോ. ഇതൊരു 20 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വെച്ച് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വീണ്ടും വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് അതിനെ നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒപ്പിയെടുക്കണം കേട്ടോ. ഒരു സാധാരണ ടവലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടവലിൽ വെച്ച് ഊറ്റിയെടുത്ത പൊട്ടാറ്റോ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ടവൽ വെച്ച് പൊട്ടാറ്റോനെ നല്ല പോലെ ഉണക്കിയെടുക്കണം. അതായത് നല്ല പോലെ ആ വെള്ളം അത് തോർത്തിലേക്ക് പിടിക്കുക, അല്ലെങ്കിൽ ആ ടവലിലേക്ക് നല്ല പോലെ വെള്ളം ഇങ്ങനെ ഒപ്പി എടുത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അംശം അതിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഹാഫ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോക്ക് ചെയ്ത് ഡ്രൈ ചെയ്ത പൊട്ടാറ്റോവിനെ ഒരു കവറിലേക്ക് മാറ്റി ഫ്രീസ് ചെയ്യണം. ഒരു മിനിമം 1 അവർ ഫ്രീസ് ചെയ്യണം കേട്ടോ പൊട്ടാറ്റോ. എന്നാലും നമുക്ക് ആ ക്രിസ്പിനെസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിതാ കവറിലാക്കി അതിനെ പാക്ക് ചെയ്ത് 1 അവർ മിനിമം വെക്കാൻ പോവാണ്. കണ്ടോ, ഇതേപോലെ ഒരു കവറിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. സോ ഞാനിത് ഫ്രീസ് ചെയ്യാൻ പോവാണ് ഫ്രീസറിൽ വെച്ചിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ വെച്ചു. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോണത്. പക്ഷേ ഈ ഫ്രൈ ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ക്രിസ്പിനെസ് ഫസ്റ്റ് ഫ്രൈയിൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ, ആദ്യം ഒരു ലെവൽ ഓഫ് ഫ്രൈയിങ് ലൈറ്റായിട്ട് അതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറുന്നത് വരെ ഫ്രൈ ചെയ്യും. എന്നിട്ടത് മാറ്റി വയ്ക്കും. അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഞാൻ വീണ്ടും രണ്ടാമതെടുത്ത് ഫ്രൈ ചെയ്യാനാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈയിങ് കഴിഞ്ഞു. അതവിടെ ഞാൻ ടിഷ്യൂ പേപ്പറിൽ മാറ്റി വെക്കട്ടെ. കണ്ടോ, ഈ ഒരു കളർ ചേഞ്ച് വരുമ്പോൾ അത് ഓയിലിൽ നിന്ന് മാറ്റി ഞാൻ നെക്സ്റ്റ് സെറ്റ് വീണ്ടും ഫ്രൈ ചെയ്യാൻ പോകാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഫ്രീസ് ചെയ്തത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഫസ്റ്റ് സെറ്റ് ഫ്രൈ ചെയ്തത് ഞാൻ വീണ്ടും ഫ്രൈ ചെയ്തിരിക്കുകയാണ്. പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം ഞാൻ ഓയിലിലിട്ട് ഫ്രൈ ചെയ്തു, അതൊരു ലൈറ്റ് ഗോൾഡൻ ആയപ്പോൾ മാറ്റി. രണ്ടാമത് ഞാൻ പൊട്ടാറ്റോ
ഒന്ന് ചൂടാറിയതിന് ശേഷം രണ്ടാമത് ഫ്രൈ ചെയ്യണം. ഇങ്ങനെ ഡബിൾ ഫ്രൈയിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിരിക്കും. സോ ഇതിന് പെട്ടെന്ന് ഗോൾഡൻ കളർ ആയിക്കോളും. ആ ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ ഇത് ഓയിലിൽ നിന്ന് മാറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ ഈ കവറിൽ സൂക്ഷിച്ച് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ് അല്ലേ. ടൊമാറ്റോ സോസാണ് അതിൻ്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ടൊമാറ്റോ സോസ്. അതേപോലെ മസ്റ്റർഡ് സോസൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ടൊമാറ്റോ സോസിൻ്റെ അത്രയും പോപ്പുലാരിറ്റി അതിന് കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടിഷ്യൂവിലേക്ക് മാറ്റി ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീഡിയോ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വീണ്ടും മറക്കട്ടെ കേട്ടോ. ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞാലാണ് ആ കറക്റ്റ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ വെരിഗാനോ ആഡ് ചെയ്യാം. പല ഫ്ലേവേഴ്സിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാം. അപ്പം ഞാൻ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലത്തെ നല്ല നല്ല ഫുഡ് റെസിപ്പീസ്, ഈസി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരും. അപ്പം